രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 22. അഹസ്യ. അറബികളോടുകൂടി വന്ന അക്രമി സംഘം യഹോറാമിൻ്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജെറുസലേം നിവാസികൾ ഇളയ മകനായ അഹസ്യായെ രാജാവായി വാഴിച്ചു. അങ്ങനെ യഹോറാമിൻ്റെ മകൻ അഹസ്യ യൂദായിൽ ഭരണം നടത്തി. ഭരണമേറ്റപ്പോൾ അഹസ്യായ്ക്ക് 42 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. മാതാവിൻ്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസ്യ ആഹാബ് ഭവനത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചു. ആഹാബ് ഭവനത്തെപ്പോലെ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. പിതാവിൻ്റെ മരണത്തിന് ശേഷം ആഹാബിൻ്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവൻ്റെ ആലോചനക്കാർ. അത് അവൻ്റെ അധപതനത്തിന് കാരണമായി. അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും ആഹാബിൻ്റെ മകനുമായ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലെയാദിൽ സിറിയ രാജാവായ ഹസാലിയേലിനോട് യുദ്ധം ചെയ്യാൻ പോയി. സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായേലുമായുള്ള യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രേലിലേക്ക് മടങ്ങി. യൂദ രാജാവായ യഹോറാമിൻ്റെ മകൻ അഹസ്യ ആഹാബിൻ്റെ മകൻ യോറാം കിടപ്പിലായതിനാൽ അവനെ സന്ദർശിക്കാൻ ജസ്രേലിലെത്തി. യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസ്യയുടെ പതനത്തിന് കാരണമാകുമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു. അവിടെ വെച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടൊത്ത് അവർ പോയി. ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂദാ പ്രഭുക്കന്മാരെയും അഹസ്യയുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി. അവൻ അവരെ വധിച്ചു. സമര്യായിൽ ഓടിയൊളിച്ച അഹസ്യായെ അവർ തിരഞ്ഞുപിടിച്ച് യേഹുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വധിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിഞ്ചെന്ന യഹോഷാഫാത്തിൻ്റെ പൗത്രനാണ് എന്നതിൻ്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു. രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസ്യ കുടുംബത്തിൽ അവശേഷിച്ചില്ല. അത്താലിയ രാജ്ഞി. പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസ്യയുടെ മാതാവ് അത്താലിയ യൂദാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോഷഫാത്ത് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യയുടെ മകൻ യോവാഷിനെ എടുത്ത് ആയയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു. യഹോറാം രാജാവിൻ്റെ മകളും അഹസ്യയുടെ സഹോദരിയും യഹോയദ പുരോഹിതൻ്റെ ഭാര്യയുമായ യഹോഷെബയാത്ത് യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയായ്ക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല. 6 വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു. ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു.